അങ്ങനെ ഫ്രണ്ട്സ്, ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ നടന്നതിൽ ഏറ്റവും അനീതിയായിട്ടുള്ള ഒരു എവിക്ഷനാണ് ഈ സൺഡേ കഴിഞ്ഞു പോയിരിക്കുന്നതെന്ന് പറയേണ്ടി വരും. PR ടീമുകളുടെ കളികൾ മാത്രമാണ് ഇതെന്ന് നമുക്ക് എല്ലാവർക്കും ഉറച്ച് ഒരേ സ്വരത്തിൽ പറയാനും പറ്റും. വെറും PR ഷോ മാത്രമായിരിക്കുകയാണ് ഈ ബിഗ് ബോസ് സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത്രയും യൂസ്ലെസ് ആണ് ഇതിൻ്റെ അണിയറ പ്രവർത്തകരും. ഇതിൻ്റെ കാര്യങ്ങൾ തടയാനും ഒന്നും അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ള കാര്യം മഹാമണ്ടത്തരം. നമ്മൾ ഈ ഷോ കാണുന്ന പ്രേക്ഷകരാണ് ഓരോ നിമിഷവും വിഡ്ഢികളായിക്കൊണ്ടിരിക്കുന്നത്. ഈ ഷോ തന്നെ കാണുന്നത് നിർത്തിയാലോ എന്നാണ് പേഴ്സണലി ഞാൻ ആലോചിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ഡൗൺസ് ആയിട്ട് രേഖപ്പെടുത്തൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ജസ്റ്റ് ഈ ഷോൻ്റെ പേര് തന്നെ മാറ്റണം. PR ഷോ, PR ഉള്ളവർക്ക് കളിക്കാനുള്ള ഷോ എന്ന് പറഞ്ഞിട്ട് വേണം ഇത് ഇടാൻ വേണ്ടിയിട്ട്. കാരണം ഇത്രയും അനീതിയുള്ളൊരു എവിക്ഷനൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ PR ടീമുകൾ വോട്ട് സ്പ്ലിറ്റ് ചെയ്ത് സാബുമാനും വീക്കായിട്ടുള്ള കണ്ടസ്റ്റൻസിനെ ഇങ്ങനെ കയറ്റി വിടുകയാണ്. കാരണം എന്താണ് അതിൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനം ഈ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്ലെയർ ഉണ്ടെങ്കിൽ ആ പ്ലെയറിന്, അല്ലെങ്കിൽ PR ഏറ്റവും കൂടുതൽ കൊടുത്ത പ്ലെയറിന് അവസാനം ഈ വീക്ക് കണ്ടസ്റ്റൻസിന് ആരും വോട്ട് ചെയ്യില്ല എന്ന് അവർക്കറിയാം. അപ്പോൾ ഇവർ ഓട്ടോ ജനറേറ്റഡ് ആയിട്ട് വോട്ട്സ് കയറ്റി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇവിടെ നടന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്കെല്ലാവർക്കും അറിയാം ആര്യൻ ടോപ്പ് 3 അല്ലെങ്കിൽ ടോപ്പ് 5 എത്തേണ്ട ഒരാളായിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്നിട്ട് ടോപ്പ് 5 കൂടി എത്താതെ അവിടെ അക്ബറും നെവിനും സാബുമാനും ഇരിക്കുമ്പോൾ ആര്യൻ ഔട്ടായിരിക്കുകയാണ്. ആദിലയും ഇരിക്കുമ്പോൾ ആര്യൻ ഔട്ടായിരിക്കുകയാണ്. ശരി, അനിമോൾ, അനീഷാൻ, നൂറ് അവിടെ വരുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ടോപ്പ് 3. പക്ഷേ ആര്യൻ എന്തുകൊണ്ട് 4th എത്തിയില്ല? ശുദ്ധ PR കളി, വേറൊന്നുമല്ല, പണത്തിൻ്റെ കളി മാത്രമായി മാറിയിരിക്കുകയാണിത്. ഈ PR ടീംസ് സ്ട്രോങ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അനിമോൾക്ക് ഇനി എതിരെ വലിയ രീതിയിൽ നിൽക്കാൻ പോകുന്ന ഒരു പ്ലെയറാണ് ആര്യൻ എന്ന് അവർക്ക് അറിയാം. അത് ഏറ്റവും പെട്ടെന്ന് അവരെ ഒഴിവാക്കുക. അതിനുവേണ്ടി വീക്ക് പ്ലെയേഴ്സിന് വോട്ട് കൂട്ടിക്കൊടുക്കുക, ആര്യൻ്റെ വോട്ട് കുറയ്ക്കുക. ആര്യന് കിട്ടുന്നതിനെക്കാട്ടും കൂടുതൽ വോട്ട് ഇന്ത്യ മുഴുവനായിട്ട് ഇവർ വാങ്ങിച്ചതിന് ശേഷം ഓരോ ആൾക്കാർക്കും കുത്തിക്കയറ്റും. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ അത്രയും പുറത്തുനിന്ന് റെസ്പോൺസും ഹേറ്റ്രഡും ഷോസിനെതിരെ വരുന്നുണ്ട്. ഇതിനി കാണൽ തന്നെ നിർത്തിയെന്ന് ഒട്ടനവധി ആൾക്കാരൊക്കെ പറയുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾക്ക് ഈ എവിക്ഷൻ കണ്ടിട്ട് എന്താണ് തോന്നിയിട്ടുള്ളതെന്നൊക്കെ കമൻസ് ആയിട്ട് രേഖപ്പെടുത്തും. അതുപോലെ തന്നെ നെവിനെ നല്ല സൈഡായിട്ട് തേച്ച് വിട്ടിട്ടുണ്ട്. അതായത് ഷാനവാസിനെയൊക്കെ പൊരിച്ച രീതി വെച്ച് നോക്കുമ്പോൾ നെവിനെ ഒരു കോപ്പും ചെയ്തിട്ടില്ല. നെവിനെ നല്ല തലോടിക്കൊണ്ട് ഇത്രയും വലിയ ഇഷ്യൂ ഉണ്ടായിട്ട് വരെ വലിയ കാര്യമാക്കാതെ, പ്രശ്നങ്ങളൊന്നും വലിയ രീതിയിൽ എത്തിക്കാത്ത രീതിയിൽ നെവിനെ തൊട്ട് തലോടിക്കൊണ്ടാണ് ഇത് നടത്തിക്കൊണ്ടുപോയെന്ന് പറയേണ്ടി വരും. അപ്പോൾ ഇനി ആകെ 24 അല്ലെങ്കിൽ 12 ദിവസങ്ങൾ, അല്ലെങ്കിൽ 2 ആഴ്ചയും കൂടിയേ ബാക്കിയുള്ളൂ, 14 ദിവസങ്ങൾ കൂടിയേ ബാക്കിയുള്ളൂ. അപ്പോൾ ആ ഒരു ദിവസങ്ങളിൽ ഇനി എന്ത് അട്ടിമറി നടക്കാനാണെന്ന് എനിക്കറിയില്ല. PR ഏറ്റവും സ്ട്രോങ് ആക്കിയിരിക്കുന്ന അനിമോളായിരിക്കും വോട്ടിങ് കുത്തിക്കയറ്റിയിട്ട് മിക്കവാറും ഈ ഷോ ജയിക്കാൻ പോകുന്നതാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒട്ടും ജെനുവിനായിട്ട് എനിക്ക് തോന്നുന്നില്ല. അനീഷോ, ആര്യൻ ഔട്ടായതിനു ശേഷം ഈ ഷോയിലേക്കുള്ള ഒരു പ്രതീക്ഷ തന്നെ, അല്ലെങ്കിൽ ഒരു വിശ്വാസം തന്നെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്.